എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിന്റെ നിരത്തുകളിൽ ചുവപ്പും മഞ്ഞയും വരകളോടെ പാഞ്ഞു പോകുന്ന ആനവണ്ടി മലയാളികളുടെ ഒരു വികാരം മാത്രമായിരുന്നില്ല, മറിച്ച് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവനാടി കൂടിയായിരുന്നു. എന്നാൽ ഇന്ന് KSRTC എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൽ നിന്ന് കേൾക്കുന്നത് ഞെരുക്കത്തിന്റെ നിലവിളികളുടെ വാർത്തകൾ മാത്രമാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനം നേരിടുന്ന ഏറ്റവും വലിയ ഇരുട്ടടിയെക്കുറിച്ചാണ്. നമ്മുടെ ഖജനാവ് ഗാലിയായതോടെ സ്പെയർ പാർട്സുകൾ വാങ്ങാൻ പോലും കാശുകളില്ലാതെ നൂറുകണക്കിന് ബസ്സുകളാണ് ഡിപ്പോകളിൽ കട്ടപ്പുറത്തിരിക്കുന്നത്. ആ കണക്കുകൾ നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും രൂക്ഷമായ മുഖമാണ് ഇന്ന് KSRTCയിൽ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ഒരൊറ്റ ദിവസത്തിൽ മാത്രമായിട്ട് സംസ്ഥാനത്തിൽ ഒട്ടാകെ 150-ലധികം ഓർഡിനറി സർവീസുകളാണ് ഇവർ റദ്ദാക്കിയിരുന്നത്. ഇതിൽ ഏറ്റവും സങ്കടകരമായ വസ്തുത എന്തെന്നാൽ ഈ റദ്ദാക്കപ്പെട്ടവയിൽ 100-ലധികം സർവീസുകൾ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിരുന്ന പ്രിയദർശിനി ബസ്സുകളുടേതാണ്. വലിയ ആഘോഷങ്ങളോടെയും പ്രതീക്ഷകളോടെയും നിരത്തിലിറങ്ങിയ പ്രിയദർശിനി സർവീസുകൾ ജനങ്ങൾ ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചിരുന്നത്. കുറഞ്ഞ നിരക്കം, കൃത്യസമയത്തുള്ള യാത്രയും സ്ത്രീകളടക്കമുള്ളവർക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. എന്നാൽ ഇന്നോ ആ പ്രിയദർശിനി സർവീസുകൾ ബസ്സുകളുടെ ഡിപ്പോകളിൽ ഇരുണ്ടറകളിൽ വിശ്രമിക്കുകയാണ്. ബസ്സുകൾ ഇല്ലാത്തത് കൊണ്ടല്ല സർവീസുകൾ മുടങ്ങുന്നത്, മറിച്ച് ഓടിക്കാൻ കഴിയാത്തത് കൊണ്ടെന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഈ ബസ്സുകൾ ഓടാത്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം KSRTCയുടെ ഇന്നത്തെ ദയനീയ അവസ്ഥ തുറന്നു കാട്ടുകയാണ്. പിന്നെ പല ബസ്സുകൾക്കും മാറ്റാൻ പുതിയ ടയറുകളില്ല. നിരന്തരമുള്ള ഓട്ടം കാരണം തേഞ്ഞു തീർന്ന ടയറുകളുമായി സർവീസ് നടത്തുന്നത് യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവ വർക്ക്ഷോപ്പിലേക്ക് മാറ്റുന്നത്. എന്നാൽ അവിടെ ചെന്നാലോ പുതിയൊരു ടയർ വാങ്ങാനോ കേടായ സ്പെയർ പാർട്സ് മാറ്റി നൽകാനോ ഉള്ള സാമ്പത്തിക ശേഷി പോലും കോർപ്പറേഷൻ ഇല്ല. ഗോഡൌണുകൾ ഗാലിയാണ്. സപ്ലയർമാർക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശിക നൽകാനുള്ളത് കൊണ്ട് പുതിയ സാധനങ്ങൾ ആരും കടമായി നൽകുന്നുമില്ല. കൃത്യമായ ഫണ്ട് ലഭിച്ചാൽ മാത്രമേ ഈ ടയറുകൾ മാറ്റി ബസ്സുകൾക്ക് വീണ്ടും നിരത്തിലിറങ്ങാൻ കഴിയൂ എന്നതാണ് ഒരു സത്യം. ഒരു ദിവസം മാത്രം 100-ലധികം പ്രിയദർശിനി സർവീസുകൾ മുടങ്ങുമ്പോൾ ഈ പദ്ധതിയുടെ ഭാവി എന്താകുമെന്ന വലിയൊരു ചോദ്യം അവശേഷിക്കുകയാണ്. സാധാരണക്കാരായ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു ബസ് റദ്ദാക്കൽ മാത്രമല്ല, അവന്റെ അന്നന്നത്തെ ജോലിയെ, വിദ്യാർത്ഥികളുടെ പഠനത്തെ, രോഗികളുടെ ആശുപത്രി യാത്രയെ എല്ലാം ബാധിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണിത്. ഇതിനോടകം തന്നെ കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായം വലിയൊരു പ്രതിസന്ധിയിലുമാണ്. പല സ്വകാര്യ ബസ്സുകളും ലാഭമല്ലാത്തതിനാൽ സർവീസ് നിർത്തി കട്ടപ്പുറത്ത് ഇരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ KSRTC കൂടി പിന്മാറിയാൽ കേരളത്തിലെ സാധാരണക്കാർ എന്ത് ചെയ്യും? അത് വലിയൊരു ചോദ്യം തന്നെയാണ്. യാത്രക്കാർ ഇപ്പോൾ തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്, സ്വകാര്യ ബസ്സുകൾക്ക് പിന്നാലെ KSRTCയും പൂർണ്ണമായി കട്ടപ്പുറത്താകുമോ എന്ന്. പക്ഷേ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കുന്നത് യാത്രക്കാരെ മാത്രമല്ല, KSRTCയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന, രാപ്പകൽ ഭേദമില്ലാതെ വിയർപ്പൊഴുക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെ കൂടെയാണ്. എല്ലാ മാസവും ശമ്പളം ലഭിക്കാൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന, കോടതി കയറേണ്ടി വരുന്ന ഒരു വിഭാഗം ജീവനക്കാർ ബസ് ഓടിയാൽ മാത്രമേ കളക്ഷൻ ലഭിക്കൂ, കളക്ഷൻ ലഭിച്ചാൽ മാത്രമേ ശമ്പളം നൽകാൻ കഴിയൂ എന്ന ലളിതമായ സാമ്പത്തിക ശാസ്ത്രം നിലനിൽക്കെയാണ് ഉള്ള ബസ്സുകൾ കൂടി ടയറില്ലാതെ വർക്ക്ഷോപ്പിൽ കിടക്കുന്നത്. ഇത് തൊഴിലാളികളുടെ ഇടയിൽ വലിയൊരു ആശങ്ക തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തങ്ങളുടെ അന്നദാതാവായ പ്രസ്ഥാനത്തെ കൺമുന്നിൽ ഇങ്ങനെ തകർന്നു വീഴുന്നത് കാണേണ്ടി വരുന്ന ഓരോരുത്തരുടെയും മാനസികാവസ്ഥ ആരും കാണാതെ പോകരുത്. പിന്നെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ KSRTCക്ക് സ്വന്തമായി കഴിയില്ല എന്നത് വ്യക്തമാണ്. സർക്കാരിന്റെ അടിയന്തരമായ ഇടപെടൽ ഇവിടെ അനിവാര്യമാണ്. പിന്നെ ബന്ധപ്പെട്ട മന്ത്രിയും ഗതാഗത മന്ത്രി, സാമ്പത്തിക വകുപ്പും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം തന്നെയാണിത്. പിന്നെ വരും മണിക്കൂറുകളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും KSRTC മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു വിശദീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. പിന്നെ ആനവണ്ടിയുടെ കഥകൾ എന്നും സാമ്പത്തിക ഞെരുക്കത്തിന്റെ മാത്രം കഥകളായി മാറരുത്. അതിൽ നിന്നൊരു മോചനം ആവശ്യമാണ്. ഈ പ്രതിസന്ധികളെല്ലാം മറികടന്ന് ടയറുകളൊക്കെ മാറി പുതിയ ഊർജ്ജത്തോടെ KSRTC ബസ്സുകൾ വീണ്ടും കേരളത്തിന്റെ നിരത്തുകൾ കീഴടക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം KSRTC നിലനിൽക്കേണ്ടത് ഓരോ മലയാളികളുടെയും ആവശ്യമാണ്. നമുക്ക് മറ്റൊരു വാർത്തയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം.